അയ്യാസ് നമ്മൾ മുട്ട പുരിയിലാണ് അടിക്കാൻ പോകുന്നത്. മുരിഞ്ഞല മുട്ട അതിന്റെ ഫസ്റ്റ് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ചൂട് അവിടെ നമ്മുടെ എണ്ണ ചൂടായി. ജസ്റ്റ് നമ്മൾ പച്ചമുളക് സബോള ജസ്റ്റ് തരണം. നമ്മളിപ്പോൾ മുട്ടത്തൊരു നമ്മൾ കുറച്ച് പച്ചമുളക് സബോളയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫ്രൈ ആക്കിയിരിക്കുന്നു. കുറച്ച് വേപ്പിലേക്ക് സെറ്റ് ചെയ്ത് കുറച്ച് ഉപ്പ് കട്ടണപ്പം സബോളയൊക്കെ വാടിയിട്ടു. നമ്മളങ്ങനെ വെച്ച് നമ്മളിങ്ങനെ സബോള ഫ്രൈ ആയതിനു ശേഷം നമ്മൾ തുണ്ട് കുരുമുളക് പൊടി തുണ്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ മുട്ട പൊടി വയ്ക്കും. നമ്മൾ അതായത് നമുക്ക് ഈ മുരിഞ്ഞല വേവാന്ന് പറഞ്ഞാൽ അധികം സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞാൽ മുരിഞ്ഞല ഓക്കെ ഒന്ന് ഇടയ്ക്ക് സെറ്റായി മറിഞ്ഞ് വരണം എന്നുള്ള ഗ്യാപ്പ് നോക്കണം. അതൊന്ന് പതുക്കാൻ ചെയ്താൽ പുറത്തേക്ക് പോകാണ്ട് നമുക്ക് ആ സാധനം ചെയ്യാൻ പറ്റും. ക്ഷമ വേണം കുറച്ച്. ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ ചട്ടിയുടെ അവിടേക്കൊക്കെ അവിടേക്കൊക്കെ തൊടുക. അതിൻ്റെ മുട്ട എന്ന് പറഞ്ഞ സാധനം അതാണ്. അതായി കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി പിടിച്ച് ഒന്ന് ഇളക്കി മറച്ച് സെറ്റ് ചെയ്ത് വീണ്ടും ഇളക്കി സെറ്റ് ചെയ്ത് വരും. ക്ഷമ വേണം നമുക്ക്. ക്ഷമയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ബാക്കിയൊന്നും വിഷയമുള്ള കേസല്ല. 10 മിനിറ്റിനുള്ളിൽ സെറ്റാണ് കാര്യങ്ങൾ. ഏറ്റവും സുഖമായിട്ട് പണി കഴിക്കാൻ പറ്റുന്ന തോരനാണ് മുരിഞ്ഞല മുട്ടയിട്ടിട്ട് വയ്ക്കുന്നത്. ഒരു 10 സെക്കൻഡിനുള്ളിൽ ആര് വന്നാലും ഗസ്റ്റ് വന്നാലും ആർക്കും വന്നാലും ചെയ്യണം. ഇതൊന്നും ആടിയൊരു വേണം എല്ലാം സെറ്റാക്കണം. അത്രയുള്ള പണി. ഒന്ന് ഒരു 10 സെക്കൻഡ് ഉണ്ടായാൽ നമ്മളെല്ലാ പണിയും കഴിയും. പക്ഷേ നമുക്കൊരു ക്ഷമ ശ്രദ്ധ ഇതൊക്കെ വേണം. ഇനി വേറെ ഒന്നും വേണം. സെറ്റായി വന്നതാണ്. ഇനി അത് ഇളക്കൊന്ന് ജോയിൻ ചെയ്താൽ 10 മിനിറ്റിനുള്ളിൽ ഒന്ന് ഇതിൻ്റെ ശരിക്കും ഞാൻ ഗ്യാസ് സ്ലോ ആക്കിയ കാരണം കുറച്ച് ഇതാക്കണം. ഞാൻ ഇളക്കി കത്താൻ വേണ്ടിയിട്ടാണ്. ആ മുട്ടയ്ക്ക് ഓൾറെഡി കെട്ടി ഇതായ നമ്മളതൊന്ന് ഇളക്കി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതല്ലായി കണ്ട കാണുമ്പോൾ തന്നെ അറിയാം. സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത് വന്നതാണ്. നമുക്ക് കൂടുതൽ മുട്ട ചേർക്കണം. കൂടുതൽ മുട്ട ചേർക്കാൻ കുഴപ്പമില്ല. പിന്നെ നാളെ ചേർക്കാം. നമുക്ക് തൊണ്ട് വേണമെങ്കിൽ നാളെ ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് എല്ലാത്തിലും മുട്ട മാത്രമേ ചേർക്കുള്ളൂ. വേണമെങ്കിൽ നാളെ ചേർക്കാം. ചെരണ്ടി കുറച്ച് നാളെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരും. വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ച് വെച്ചാൽ മതി. ഫ്രൈ കണ്ട സിമ്പിളായിട്ടാണ്. 2 മിനിറ്റ് ആവശ്യം എല്ലാം സെറ്റായി വന്നു. ചട്ടി മുട്ട വിട്ടു എല്ലാം വിട്ടു കണ്ടില്ലേ ഫ്രൈ ആയി ചട്ടിയൊക്കെ ഇതാണ് നമുക്ക്. അതായത് ക്ഷണിച്ച് ഒന്നും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ അതിൻ്റെ മൂടി വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ സൂപ്പർ. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയതിൻ്റെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ടോ എരിവുണ്ടോ നമുക്ക് നോക്കാം. ടേസ്റ്റർ വിളിക്കാൻ നമുക്ക് ഇവിടെ ചേച്ചിനെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഉണ്ട് അറിയാലോ. മുട്ടത്തോരൻ. അപ്പോൾ ഇന്നത്തെ ഈ വേണ്ടിയുള്ള പരിപാടിയാണ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ